ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്കൊന്ന് എറണാകുളത്ത് പോയിട്ട് വന്നാലോ? പോയിട്ട് വരാവേ. ടാറ്റ. അപ്പോൾ അതാ നമ്മൾ പോവുക കേട്ടോ. സ്കൂട്ടിക്കാണ് പോകുന്നത്. നമ്മളിതാ ഇപ്പോൾ അരുക്കുറ്റി പാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും കൂടിയാണ് പോകുന്നത്. ഹസ്ബൻഡാട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് എറണാകുളത്ത് പോയിട്ട് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അതായത് അൺഎക്സ്പെക്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് പോയൊരു കാര്യമില്ല, അതും കൂടി ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ എന്നാണ് കുണ്ടന്നൂർ പാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുണ്ടന്നൂർ പാലം കയറുവാണ്. അങ്ങനെ ആ പാലമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോള് വരുന്നുണ്ട്. എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് വൈഫിനായിട്ട് എക്സാമിന് പോയേക്കുമായിരുന്നു ആലുവയിൽ. ആൾക്ക് പി എസ് സിയുടെ അല്ല, റെയിൽവേയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഏകദേശം പാലാരിവട്ടം സൈഡിലോട്ടൊക്കെ എത്താറായെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും ആ സൈഡിലേക്ക് എത്താറായിട്ടുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവരിതാ യൂട്ടേൺ എടുത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആൾക്ക് എണ്ണയുടെ ഒരു ബിസിനസ് ഉണ്ടെന്ന്, വെളിച്ചെണ്ണ, ഒറിജിനൽ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ആൾക്ക് ഡെലിവറി ഉണ്ടായിരുന്നു ഇവിടെ പാലാരിവട്ടത്ത്. ആൾ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഓഫീസാണ് കേട്ടോ. ഇവിടെ ഒരു ഷീറ്റ്സ് ആൻഡ് പൈപ്പ്സിൻ്റെ ഷോപ്പുണ്ട്, അവിടെ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എണ്ണ വിളിച്ച് പറഞ്ഞിട്ട് ആളവിടെ കൊടുക്കാൻ പോവുകയാണ്. ആളെന്താ നാത്തൂനും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി, ഞങ്ങളിതാ തിരിച്ച് വന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം. നമ്മളിതാ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. നമുക്ക് ഹസ്ബൻഡിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയേക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫോൺ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് EMIയിലാട്ടോ, ഫുൾ പേയ്മെൻ്റ് ഒന്നും കൊടുത്ത് വാങ്ങാനായിട്ട് ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ EMIയിലാട്ടോ എടുത്തത്. അങ്ങനെ ഇതാ EMIയിൽ ഫോണൊക്കെ എടുത്ത്, അതിന് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫോണൊക്കെ എടുത്ത് ആൾ ഓണാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അവർ പറഞ്ഞ് ജസ്റ്റ് ഓണാക്കിക്കോ, എന്നിട്ട് ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഇതാ അവിടുത്തെ ഒരു നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫോണൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് അടുത്തായിട്ടാണ് കേട്ടോ. അവിടെ iHub എന്ന് പറയുന്ന അവിടെ നമ്മൾ വാങ്ങിയത്. നമ്മളൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് വീണ്ടും ഞാൻ തിരിച്ച് പോകണം കേട്ടോ. സെൽഫി എടുത്തത് എൻ്റെ ഫോണിൽ തന്നെയാണ് കേട്ടോ, പുതിയ ഫോണിലല്ലേ. അങ്ങനെ ഞാൻ പറയുക അതാണ് സെൽഫി ക്യാം എടുക്കാമെന്ന് നോക്കിയേക്കെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു. നേരെ വന്ന് ഞാനൊരു ബ്യൂട്ടി പാർലറിൽ കയറിയിട്ടുണ്ട്, നമ്മുടെ വീടിനടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹെയർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് ഓർത്ത് കയറിയതാട്ടോ. സ്റ്റെപ്പ് കട്ടാണ് വെട്ടിയത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.